അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുല്ലാ മുനീർ അഹ്മദ് അസീം അയ്യിദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന സവിശേഷമായ വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 101 വചനമാണ് ഇന്ന് നമ്മൾ പരിശോധനാ വിധേയമാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവകുല്ലമാ ആഹദു അഹ്ദൻ നബദഹു ഫരീഖും മിൻഹും ബൽ അക്സറുഹും ലാ യുമിനൂൻ. അവകുല്ലമ എല്ലായ്പ്പോഴും, എപ്പോഴൊക്കെ, ആഹദു അവർ കരാർ ചെയ്തു, അഹദൻ ഒരു കരാർ, ഒരു ഉടമ്പടി, എപ്പോഴൊക്കെ അവർ ഒരു കരാർ ചെയ്തു, നബദഹു ഫരീഖും മിൻഹും, നബദഹു അതിനെ അവർ എറിഞ്ഞു കളഞ്ഞു, ഫരീഖുൻ ഒരു വിഭാഗം, മിൻഹും അവരിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ അതിനെ എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കരാർ അവർ പാലിച്ചില്ല. ബൽ അക്സറുഹും ലാ യുമിനൂൻ, അല്ല, അവരിൽ ബഹുഭൂരിഭാഗവും ലാ യുമിനൂൻ വിശ്വസിക്കുന്നവരല്ല. വിശ്വാസികളാണെന്ന് അവരങ്ങനെ പറയുന്നതേ ഉള്ളൂ, അവർ വിശ്വസിക്കുന്നവരല്ല. ഇതാണ് ഈ വചനത്തിൻ്റെ പദാർത്ഥം. അവകുല്ലമാഹദു അഹദൻ, അവർ ഉടമ്പടികൾ, കരാറുകൾ ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെ അവർ കരാർ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ അവരിൽ ഒരു വിഭാഗം ആളുകൾ ആ കരാറിനെ പാലിച്ചില്ല. അവരിൽ ബഹുഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വായ്തകളൊക്കെ ചെയ്യും. അതിൻ്റെ അർത്ഥം ഇതാണ്, വാഗ്ദാനം ചെയ്യുക, ഉടമ്പടി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന കാര്യം ഇന്നതുപോലെ ചെയ്യാം എന്ന് പറയുക. പറഞ്ഞതിന് ശേഷം അങ്ങനൊരു ഉടമ്പടിയെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനൊരു വാഗ്ദാനത്തെക്കുറിച്ചോ അങ്ങനെ ഒരു കരാറിനെ കുറിച്ചോ ഒന്നും, അതിനെയൊക്കെ വെറും ലാഘവത്തോടു കൂടി കാണുന്ന ആളുകളാണ് നമ്മളൊക്കെ. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. അപ്പം നമ്മൾ പറയുന്ന രണ്ട് പേർ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ കരാറുകളാണ്. ഇന്നതുപോലെ ചെയ്യാം, ഇന്നതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കരാറുകളായി കിട്ടും. പക്ഷെ അങ്ങനെയൊക്കെ കരാറുകളാണെങ്കിലും അതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നു. ഇതുപോലെ പ്രവാചകന്മാരുമായിട്ടും ഈ കരാർ ചെയ്യുന്നുണ്ട്. അതായത് ഏതൊരു പ്രവാചകൻ വന്നാലും തൻ്റെ തൊട്ട് പുറകെ വരുന്ന പ്രവാചകനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കും. എനിക്ക് ശേഷം ഇതുപോലെ ആൾ വരും കിട്ടും. അങ്ങനെയാണ് ബനി ഇസ്രായേലുകളിൽ ഇങ്ങനെ പ്രവാചകന്മാർക്ക് പുറകെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. കഫൈന മിൻ ബഅദിഹിർ റുസുൽ. അപ്പോൾ അവർക്ക് പ്രവാചകന്മാരെ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. ഇതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്ന പ്രവാചകന്മാരൊക്കെ ആ തൗറാത്തും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്.
അത് വിശദീകരിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ഇഞ്ചിയിലൊക്കെ അതിൻ്റെ വിശദീകരണമാണ്. അപ്പോൾ അത് ആ നിലയിൽ ഈ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല അവൻ്റെ ദീനായതുകൊണ്ട് അവൻ വേണമല്ലോ അതിൻ്റെ ഏർപ്പാട് ചെയ്യാൻ. വേറെ ആരും അത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരാൾക്കൊരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ ഉടമസ്ഥനാണല്ലോ അത് വൈറ്റ് വാഷും പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യേണ്ടത്, വൃത്തിയാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ അള്ളാഹുവിൻ്റെ ദീനായതുകൊണ്ട് അള്ളാഹു തആല അത് നടപ്പിലാക്കുന്നു. ഇവിടെ ചില പണ്ഡിതന്മാരും അധ്യക്ഷന്മാരും ഭരണകർത്താക്കളും ഞങ്ങൾക്കതൊന്നും അങ്ങനെയൊന്നും ഒരാളും ഇവിടെ വരണ്ട, ഈ പുസ്തകം ഞങ്ങളുടെ ഇരിപ്പുണ്ട്, ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്യും, ഇതാണ് കാണുന്നത്. സംഗതി നമ്മളിത് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ രസകരമാണ്. മുമ്പ് കാലങ്ങളിൽ നടന്ന അതേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നമ്മളിലൂടെയും അത് പുലർന്ന് കാണുമ്പോൾ മനുഷ്യരെല്ലാം പണ്ടുള്ളവരും ഇപ്പോഴുള്ളവരുമൊക്കെ പ്രകൃതം ഒരുപോലെ തന്നെ എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. ഒരുപക്ഷെ പണ്ടുള്ളവരേക്കാൾ ഭയങ്കര ക്രൂരന്മാരായി അത് കൂടുതൽ വർദ്ധിച്ചു വന്നു എന്നുള്ളത്. സ്നേഹവും കാരുണ്യവും ഒക്കെ വളരെ പരിമിതമായിട്ടാണ് കാണുന്നത്. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇത് സംബന്ധമായിട്ട് പറയുന്നു, എവറി ടൈം എ പ്രോഫറ്റ് കംസ് ടു ഹിസ് പീപ്പിൾ, ഓരോ സമയവും തങ്ങളുടെ ജനതയിലേക്ക് ഒരു പ്രവാചകൻ വരുമ്പോൾ ദേ ടേക്ക് എ പ്ലഡ്ജ്, അവർ ഒരു ഉടമ്പടി ചെയ്യുന്നു. ഇപ്പോൾ എന്താണ് വിത്ത് ഹിം, അദ്ദേഹവുമായിട്ട് അവർ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ദാറ്റ് ദേ വിൽ അക്സെപ്റ്റ് ദ പ്രോഫറ്റ്, അവർ പ്രവാചകനെ അംഗീകരിക്കുന്നു. ഹു വിൽ അപ്പിയർ ആഫ്റ്റർ ഹിം, അതുപോലെ ഹു വിൽ അപ്പിയർ ആഫ്റ്റർ, അദ്ദേഹത്തിന് ശേഷം വരുന്ന പ്രവാചകനെ അവർ അംഗീകരിക്കുന്നതാണെന്ന്. അപ്പോൾ ദേ ടേക്ക് എ പ്ലഡ്ജ് വിത്ത് ഹിം ദാറ്റ് ദേ വിൽ അക്സെപ്റ്റ് ദ പ്രോഫറ്റ് ഹു വിൽ അപ്പിയർ ആഫ്റ്റർ ഹിം, എനിക്ക് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം വരുന്ന പ്രവാചകനെ ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളാം എന്ന് ഒരു പ്ലഡ്ജ്, ഒരു പ്രതിജ്ഞ എല്ലാ പ്രവാചകന്മാരും. ഇപ്പം ഈ 15-ാം നൂറ്റാണ്ട് വന്നിരിക്കുന്ന ആളും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ നൂറ്റാണ്ടിലേക്കാണ് കേട്ടോ, അടുത്ത നൂറ്റാണ്ടിൽ ആൾ വേറെ വരും, അപ്പോൾ അത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ആദ്യമേ തന്നെ. ഞാനിപ്പോഴത്തെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. അടുത്ത നൂറ്റാണ്ടിൽ നമ്മുടെ കുറേ വരുന്ന തലമുറകൾക്ക് വേണ്ടി അല്ലാഹു തആല വീണ്ടും ആളിനെ വിടുമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലഡ്ജ് നടക്കുന്നുണ്ട്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് ആ പ്ലഡ്ജ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്, ഉള്ളവർക്കുണ്ട്. നിഷേധികൾക്ക് ഇതൊന്നും ഒരു കാലത്തും ബാധകമായിട്ടില്ല. അതുപോലെയുള്ളൂ. The same happened before the advent of the noble prophet of Islam, Muhammad, peace be upon him. പരിശുദ്ധ പ്രവാചകൻ, ഇസ്ലാമിലെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന് മുമ്പും ഇപ്രകാരം ഒരു പ്ലഡ്ജ് നടന്നിട്ടുണ്ട്. ഇതുപോലെ ആൾ വരും. All the prophets took firm pacts. എല്ലാ പ്രവാചകന്മാരും ഉറച്ച ഉടമ്പടികളാണ് ചെയ്തത് വിത്ത് ദെയർ പീപ്പിൾ, അവരുടെ ജനങ്ങളുമായി. ഏതൊരു പ്രവാചകൻ ഏത് ജനതയിലേക്ക് വന്നോ ആ ജനതയുമായി ആ പ്രവാചകൻ വളരെ ശക്തമായ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ ജനതയുമായി ഒരു ഉടമ്പടി നടത്തിയിട്ടുണ്ട്. That the latter would accept the greatest and seal of all prophets. That the latter would accept the greatest and seal of all. ഖാത്തമുൻ നബീനായ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രവാചകൻ്റെ കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ദ ടൈംസ് ഓഫ് ദ പ്രോഫറ്റ്സ് ഓഫ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലുകളിൽ വന്ന പ്രവാചകന്മാരിൽ വന്ന ആ കാലഘട്ടത്തിൽ ഖാത്തമുൻ നബീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള പ്രവചനവും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു. ദ ജൂസ് പ്ലഡ്ജ് ദംസെൽവ്സ്, അതുകൊണ്ടാണ് ജൂതന്മാർ സ്വയം തന്നെ പ്രതിജ്ഞ ചെയ്തിരുന്നു, ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നു. ടു ദെയർ ഓൺ പ്രോഫറ്റ്സ്, അവരുടെ പ്രവാചകന്മാരിൽ തന്നെ ഒരു ഉടമ്പടി ചെയ്തിരുന്നു. ദാറ്റ് ദേ വുഡ് ബിലീവ്, അവർ വിശ്വസിക്കുമെന്ന്, ആൻഡ് അക്സെപ്റ്റ്, അംഗീകരിക്കുമെന്ന്, ദ പ്രോഫറ്റ് ഹു വാസ് ടു കം ടു ആഫ്റ്റർ ദം, അവർക്ക് ശേഷം വരാനുള്ള പ്രവാചകനിൽ അവർ വിശ്വസിക്കുമെന്ന് അവരുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിരുന്നു. അപ്പോൾ ജൂതന്മാരെല്ലാം
ഏതേത് പ്രവാചകന്മാരുടെ അവർ വന്നോ അവരോടെല്ലാം ഇങ്ങനെ പ്രവാചകന്മാർ തൊട്ട് ശേഷം വരുന്ന പ്രവാചകനെ കുറിച്ച് അവർ ഇത് സംബന്ധമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഫ്രം എമംഗ് ദെയർ ബ്രദേഴ്സ്, അങ്ങനെ അവരുടെ സഹോദരങ്ങളിൽ നിന്ന്, ദ ചിൽഡ്രൻ ഓഫ് ഇസ്മായിൽ സന്തതികളിൽ നിന്ന്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരകളിൽ 2 ശാഖകളായിട്ട് പിരിയുന്നതിൽ അവരുടെ തന്നെ സഹോദരങ്ങൾ തന്നെയാണ് പരസ്പരം. ഇന്ന് നമുക്കറിയാം നമ്മുടെ സഹോദരങ്ങൾ ആരാണെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് 74ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ച എനിക്ക് എൻ്റെ സഹോദരങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്കറിയാൻ വയ്യ. കാരണം എൻ്റെ ചുറ്റും സഹോദരങ്ങൾ താമസിക്കുന്നെങ്കിലും നമ്മളങ്ങോട്ട് പോകുന്നതോ മിണ്ടുന്നതോ നോക്കുന്നതോ പോലും അവർക്കിഷ്ടമല്ല. അവരിങ്ങോട്ടോട്ട് വരത്തുമില്ല. ഇതാണ് സഹോദരന്മാരുടെ കാര്യം പറയുന്നത്. ഇത് ഏത് സഹോദരന്മാരെ പറ്റി പറയുന്നുവെന്ന് ഈ ഖുർആൻ വായിക്കുമ്പോൾ സത്യത്തെ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ എന്നിട്ടാണ് ഇവിടെ ഹാജറയുടെയും സാറായുടെയും അവരുടെ 2 പേർക്ക് ജനിച്ച മക്കളിൽ നിന്ന് വന്നവരാണ് ഇവർ. അപ്പോൾ ഒരു പിതാവിൻ്റെ ആണെങ്കിലും ഒരു ഉമ്മായിൽ നിന്ന് വന്ന സന്തതികളെ ഞങ്ങൾ സ്വീകരിക്കും, മറ്റേ ഉമ്മായിൽ നിന്നും വന്ന് എന്ന് പറഞ്ഞാൽ 2 പേരെ വിവാഹം കഴിച്ചു, 2 പേരിലും മക്കളുണ്ടായി. അപ്പോൾ അവരിൽ നിന്ന് അല്ലാഹു തആല പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു. കുറേ നാൾ ഒരു ഉമ്മായിൽ നിന്നുള്ള മക്കൾക്ക് കൊടുത്തു. അതിനുശേഷം മറ്റേ ഉമ്മായിലുള്ള സന്താന പരമ്പരയിലേക്ക് ഇവർ ഗുണപ്പെടാതെ വന്നപ്പോഴാണ് കേട്ടത്. ഇതിനകത്തുള്ള ഈ ദുഷ്ടന്മാർ അത്രത്തോളം അങ്ങ് കൂടി. ഇപ്പം ഞാൻ പറയുന്നില്ല, എൻ്റെ സഹോദരങ്ങൾ എന്നോട് ഞാനൊരു തെറ്റും മനസ്സാ വാചാ കർമ്മണ ചെയ്തിട്ടില്ല. പക്ഷേ അവരെന്നോട് മിണ്ടുന്നില്ല. എന്താ കാര്യമെന്ന് വെച്ചാൽ അവരുടെ ഉടമ്പടി അതായിരിക്കും. എന്നിട്ട് അവരെല്ലാം അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്ന പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രം എമംഗ് ദയർ ബ്രദേഴ്സ്, അവരുടെ തന്നെ സഹോദരങ്ങളിൽ നിന്ന്, ദ ചിൽഡ്രൻ ഓഫ് ഇസ്മായിൽ സന്തതികളിൽ നിന്ന്, ഇൻ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ പ്രോഫസീസ്, അതെ അവരിൽ നിന്നും വന്നതെന്ന് പ്രവചനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ്. മെൻഷൻഡ് ഇൻ ദ ബൈബിളിൽ പറഞ്ഞ പ്രസ്തുത പ്രവചനങ്ങളെ പൂർത്തിയാക്കിക്കൊണ്ട് ഇതാ ഒരാൾ വന്നു. ബട്ട് ആൾദോ ഓൾ ദ സൈൻസ് മെൻഷൻഡ് ഇൻ ദ പ്രോഫസീസ്, ആ പ്രവചനങ്ങളിൽ എല്ലാ കാര്യങ്ങളും പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൺസേണിങ് ദ പ്രോമിസ്ഡ് പ്രോഫറ്റ്, അതായത് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രവാചകനെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഡ് ബീൻ ഫുൾഫിൽഡ് ഇൻ ദ പേഴ്സൺ ഓഫ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയിലൂടെ അവരുടെ വേദഗ്രന്ഥത്തിൽ പറയപ്പെട്ട എല്ലാ പ്രവചനാത്മകമായ കാര്യങ്ങളും അദ്ദേഹത്തിലൂടെ പൂർത്തിയായി എങ്കിലും അവർ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ദ ഹോളി പ്രൊഫറ്റ് ഓഫ് ഇസ്ലാമിലെ പരിശുദ്ധമായ പ്രവാചകൻ, യെറ്റ് ദേ പെർസിസ്റ്റഡ് ടു റിബൽ അഗൻസ്റ്റ് ഹിം, എന്നിട്ടും അവർ അദ്ദേഹത്തിനെതിരായി നിലകൊള്ളുകയാണ് ചെയ്യുന്നത്, അതിൽ ശാഠ്യം പിടിക്കുകയാണ് ചെയ്തത്. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഇപ്പോൾ ഈ 15-ാം നൂറ്റാണ്ടിൽ വന്ന ആളിൽ വിശ്വസിച്ചു. ഈ വിശ്വാസം എങ്ങനെ വന്നതാണ്? അല്ലാഹു തആല പറഞ്ഞതാണ്. അവൻ്റെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഓരോ നൂറ്റാണ്ട് അങ്ങനെ ഓരോ നൂറ്റാണ്ടിലും വരുമെന്ന് പറഞ്ഞ ആ പ്രവചനത്തെ പൂർത്തിയാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനെ സത്യപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് നമ്മളിത് വിശ്വസിച്ചു. ആ വന്ന ആളിൽ വിശ്വസിച്ചപ്പോൾ നമ്മുടെ സഹോദരങ്ങളല്ലാതെ അങ്ങ് മാറാം. എന്താ നമ്മൾ ചെയ്ത തെറ്റെന്ന് ചോദിച്ചാൽ അത് പുത്തൻ മതം. അപ്പോൾ ഇതുപോലെ എല്ലാ തെളിവുകളും അവരുടെ ബൈബിളിലും മറ്റ് മുൻകാല ഗ്രന്ഥങ്ങളിലുമൊക്കെ അത് രേഖപ്പെടുത്തപ്പെട്ടതെല്ലാം ഇവിടെ പൂർത്തിയായി. ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ സമ്പൂർണ്ണമായ നിലയിൽ അത് പൂർത്തിയായിട്ട് ആൻഡ് ഡിനൈ ദ ഫാക്ട്സ്, ആ സത്യങ്ങളെയൊക്കെ ആ വസ്തുതകളെയൊക്കെ അവർ തള്ളിക്കളഞ്ഞു. ദാറ്റ് ഇറ്റ് ഈസ് ഹിം ദാറ്റ് ദേ വെയർ ആൾ വെയിറ്റിംഗ്. യഥാർത്ഥത്തിൽ
അവരെല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത് ഈ ആളിനെ തന്നെയാണ്. ഫോർ ഇൻ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദ പ്രോഫസീസ് ഫൗണ്ട് ഇൻ ദെയർ ഹോളി സ്ക്രിപ്റ്റേഴ്സ്, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിരുന്ന പ്രവചനാത്മകമായ നിലയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ആഗമനത്തെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയിലൂടെ പരിപൂർണമായി പൂർത്തിയായിട്ടും അവർ അതിനെ നിരസിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ നമ്മൾ വിശ്വസിച്ചിട്ടും നമ്മൾ ഈ ഖുർആനെയും ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനവും പഠിപ്പിച്ചതനുസരിച്ച് വിശ്വസിച്ചതാണെന്ന് പറഞ്ഞിട്ടും നമ്മുടെ സഹോദരങ്ങളൊക്കെ പിന്തിരിഞ്ഞ് നിൽക്കുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അവരുടെ അടിമകളായിട്ട് അവരുടെ കൂടെ കഴിഞ്ഞോണം. ഒന്നുകിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും, അതല്ലെങ്കിൽ ഈ നിഷേധികളായ ആളുകളുടെ കൂട്ടത്തിൽ കഴിയേണ്ടി വരും. രണ്ടിലൊന്ന് തീരുമാനിച്ച് വെക്കുക. കുറച്ചൊക്കെ വിശ്വസിക്കുക, കുറച്ചൊക്കെ തള്ളിക്കളയുക. ഞങ്ങളുടെ സുഖത്തിനും സൗകര്യത്തിനും ഉള്ളതൊക്കെ ഞങ്ങൾ സ്വീകരിക്കും, അല്ലാത്തതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നൊക്കെ പറഞ്ഞുള്ള നമ്മുടെ സമീപനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ നിഷേധത്തിൻ്റെ ഭാവങ്ങളാണ്. തസ് ദേ ബ്രോക്ക് ദെയർ പാക്ട്, അങ്ങനെ അവരുടെ ഉടമ്പടി അവർ തന്നെ ലംഘിച്ചു. ആൻഡ് ടേൺ ഇൻ ഡെറീഷൻ, അത് അവർ പരിഹാസത്തോടെ ദെയർ ഓൺ സേക്രഡ് ബുക്സ്, അവരുടെ വേദഗ്രന്ഥത്തിൽ തന്നെ, അവരുടെ പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ തന്നെ പറയപ്പെട്ടിരിക്കുന്ന വചനങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് അവർ അവരെ നിഷേധിച്ചത്, ഈ പ്രവാചകനെ നിഷേധിച്ചത്. ഇതുപോലെ ഈ പ്രവാചകൻ പറഞ്ഞ ആ പരിശുദ്ധമായ വചനത്തെ അംഗീകരിച്ചുകൊണ്ട് ഓരോ നൂറ്റാണ്ടിലും വരുന്ന പ്രവാചകന്മാരെ ഇത് വിശദീകരിക്കാൻ വേണ്ടി, ഇത് പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന ആളാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടുവന്നില്ല പുതിയതായിട്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ കലാമിനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെ അല്ലാഹു തആല നിയോഗിച്ചു. അല്ലാഹു തആല വഴി നൽകി എനിക്ക് ഈ വചനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നൂറ്റാണ്ടിലേക്ക് മാനവകുലത്തിനായി അള്ളാഹു നിയോഗിച്ചിരിക്കുകയാണ്. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയാണ്. ഈ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് സത്യസാക്ഷ്യമായിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നു. ഇതൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടും അത് സ്വീകരിച്ചു പോയ നമ്മൾ ഈ രീതിയിൽ നിസ്സഹരണമാകുന്ന ദണ്ടെടുത്ത് വെച്ച് അടിച്ച്, അതല്ല എങ്കിൽ ഈ നിഷേധികളോടൊപ്പം കഴിയാനുള്ള അല്ലാഹു തആല അപ്രകാരമാക്കാതിരിക്കട്ടെ. ഈ നിഷേധികളുടെ മുമ്പിൽ ശിരസ്സുയർത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ ശിരസ് മാത്രം കുനിയുന്ന ഒരവസ്ഥയിലേക്കും അല്ലാഹു തആല ആക്കട്ടെ. നാളെ പാരത്രിക ലോകത്ത് സമുന്നതമായ ആ സോപാനത്തിലേക്ക് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു മായ്ച്ചു കളഞ്ഞ് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകട്ടെ. അതിനായിട്ട് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. നമുക്ക് അല്ലാഹു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടല്ലോ, വേറെ എന്തില്ലെങ്കിലെന്ത്, ആരുണ്ടെങ്കിലെന്ത്, അല്ലാഹ് ഇല്ലെങ്കിൽ. അതുകൊണ്ട് നമുക്ക് ഹസ്ബി അല്ലാഹ്, നമുക്ക് അല്ലാഹ് മതി. ആ വഴിയിലൂടെ അങ്ങ് സഞ്ചരിച്ചാൽ മതി. തീർച്ചയായിട്ടും അല്ലാഹു തആല നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നതിന് ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അല്ലാഹു തആല എല്ലാവിധ അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ വചനവും ഇവിടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല അനുഗ്രഹിച്ചാൽ നാളത്തെ പ്രഭാതത്തിൽ മറ്റൊരു വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ വിനീത സഹോദരൻ വരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.